ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ദീപാവലിയാണല്ലേ, അപ്പം നമ്മൾ ദീപാവലി സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പടക്കങ്ങൾ മേടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പടക്കങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ വർഷത്തെ നമ്മൾ പൊട്ടിക്കാൻ പോകുന്ന ഇത്രയും പടക്കങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിലാദ്യമായിട്ട് വരുന്നത് നമ്മുടെ പെൻസിലിൻ്റെ ഒരു മോഡൽ, അങ്ങനെ എന്തോ ഒരു മോഡലാണ് ഈ കാണുന്നത്. ആ ഒരു രീതിയിലുള്ളൊരു പെൻസിലിൻ്റെ ഷേപ്പിലുള്ളൊരു പടക്കമാണ് ഇത്. പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് നമ്മുടെ തീപ്പെട്ടിയുടെ മോഡലിലൊരു പടക്കം വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിക്കാറ്റിൻ്റെ നമ്മുടെ ഒരു പൂത്തിരി പോലത്തെ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ആ ഒരു മോഡലിൽ ഒരു പടക്കം വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്നേക്കിൻ്റെ മോഡലിൽ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പിത്തിരി മോഡലിൽ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ലക്ഷ്മി പടക്കമാണ്. ലക്ഷ്മി പടക്കം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ തറയിൽ കിടന്ന് കറങ്ങുന്ന നമ്മുടെ തറച്ചക്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് സ്റ്റോണിൻ്റെ ഒരു മോഡലിലുള്ളൊരു എന്തോ ഒരു പടക്കമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ സ്നേക്കിൻ്റെ ഒരു ഗുളികയാണ്, നമുക്ക് കത്തിക്കുമ്പോൾ ഇങ്ങനെ സ്നേക്ക് പോലെ നിൽക്കുന്നത്. അത് ഞാൻ പണ്ടേ കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഈ ഒരു കുടൽ പോലത്തെ എന്തോ ഒരു പടക്കമാണ്. ഇത് ഞാനിതുവരെ കണ്ടിട്ടില്ല, നമുക്ക് ഇതിൽ കത്തിക്കുമ്പോൾ കാണാം. അതുപോലെ തന്നെയാണ് ഈ ഒരു കുഴൽ പോലുള്ളൊരു പടക്കവും. ഇത് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് വൈകുന്നേരം കത്തിച്ച് വെക്കുമ്പോഴത്തേക്കും അറിയാം. പിന്നെ അതുപോലത്തെ ഈ ഒരു പടക്കമൊന്നും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഏകദേശം ഇത്രയും പടക്കമാണ്. ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു ബോംബാണ്. ഇത് നമുക്ക് കത്തിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ അറിയാനായിട്ട്. അപ്പോൾ നമ്മൾ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കമ്പിത്തിരിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കമ്പിത്തിരിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് കൂടുതലും ഇഷ്ടം കമ്പിത്തിരിയോടായിരിക്കുമല്ലോ. എനിക്കും കമ്പിത്തിരിയാണ് കംഫർട്ടബിൾ. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബോംബ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും കാണുമ്പോൾ തന്നെയാണ് കേട്ടോ, ഒരു ബോംബിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ ഈ ഒരു എയ്റോപ്ലെയിനിൻ്റെ ഒരു മോഡലിലുള്ളതാണ്. ഇത് അത്യാവശ്യം നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. അതായത് ഈ മേളിൽ പോയി ഇങ്ങനെ നല്ലോണം കറങ്ങുമായിരുന്നു. നമ്മുടെ ഓലയിൽ തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് താഴെ ആ ഒരു ഇത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു അത്. പിന്നെ അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റം മാലപ്പടക്കം. അപ്പോൾ ഈ ഒരു മാലപ്പടക്കത്തിന് നമ്മൾ തിരി കൊടുത്തിട്ട് മാറി നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് പാലപ്പടക്കം പെയ്യെ കത്തി തുടങ്ങിയിട്ടുണ്ട്. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ചടപടയെന്ന് നല്ല സൗണ്ടോട് കൂടി തന്നെയായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ഇതായിരുന്നു. ആ ഒരു നമുക്ക് എഫക്റ്റ് ഉണ്ടായിരുന്നു അതിന്. പിന്നെ അടുത്ത് നമ്മൾ ആ ഒരു കുഴൽ പോലത്തെ ആ ഒരു ഇതിനെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ അങ്ങനത്തെ എന്തോ ഒരു ഇതായിട്ടാണ് നമുക്കത് തോന്നിയത്. അപ്പം അങ്ങനെ വെച്ചാൽ നമുക്കത് പ്രോപ്പറായിട്ട് കത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ ഈ അടുപ്പ് കൂട്ടും പോലെയൊക്കെ ഏതാണ്ട് വെച്ചിട്ട് എന്തായാലും നമ്മൾ കത്തിച്ചിട്ടുണ്ട്. അപ്പം കത്തിച്ച സമയത്ത് നല്ല ഒരു അത്യാവശ്യം നല്ല മേളിൽ പോയിട്ട് നല്ല ഒരു സംഭവമായിരുന്നു അത്. അതുപോലെ നമ്മൾ കുറേ പടക്കങ്ങൾ അങ്ങനെ നമ്മുടെ കമ്പിത്തിരിയും തറച്ചക്രവും ചെറിയ പൂത്തിരി പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വെച്ചു. അതെല്ലാം അത്യാവശ്യം നല്ല കളർഫുള്ളായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ദീപാവലി വന്നിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സ്നേക്കിൻ്റെ നമ്മൾ ഒരുപാട് കത്തിക്കാൻ ശ്രമിച്ചു. അപ്പം പിന്നെ തിരിച്ചൊക്കെ വെച്ചിട്ടാണ് നമുക്കത് കത്തിക്കാൻ പറ്റിയത്. പിന്നെ നമ്മുടെ പൂത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഭംഗിയായിരുന്നു. എന്തായാലും നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു അതൊക്കെ. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. കാരണം നമ്മുടെ ഈ ഒരു ദീപാവലി നമ്മൾ നല്ലവണ്ണം അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു.